വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയെല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. ഗസയിൽ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിച്ചേക്കില്ല. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഹമാസ് പാലിക്കാത്തതിനാൽ ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബന്ദികളുടെ പേരുവിവരങ്ങൾ നൽകാതെ കരാർ യാഥാർത്ഥ്യമാകില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. പട്ടിക വൈകുന്നത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഹമാസിന്റെ വിശദീകരണം. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മെറിൻ, ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമാകേണ്ട സമയം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ തടസ്സങ്ങളുണ്ട്. യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി? ഉടൻ കരാർ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത എത്രത്തോളം? മെറിൻ മേരി ചാക്കോ. റിജിത്ത്, വെടിനിർത്തൽ കരാർ അനിശ്ചിതത്തിലായിരിക്കുന്നുള്ള വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഇന്ന് കൈമാറേണ്ട ബന്ദികളുടെ 3 ബന്ദികളെയാണ് കൈമാറേണ്ടത്. ഇന്ന് ലഭിക്കേണ്ട ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാതെ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ക്ലിയറായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അനിശ്ചിതത്തിലായിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യൻ സമയം 12 മണിക്കായിരുന്നു ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരാനിരുന്നത്. അത് പ്രാദേശിക സമയം രാവിലെ 8:30ഓടെയാണ്. ഈ ഒരു കരാറാണ് ഇപ്പോൾ അനിശ്ചിതത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ അനിശ്ചിതമെന്ന് പറയാനാകില്ല. കാരണം ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു തടസ്സം മാത്രമാണ്. കരാറിന്റെ വ്യവസ്ഥകളെല്ലാം തങ്ങൾ പാലിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ സൈനിക വക്താവ് IDFന്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. അദ്ദേഹം പറഞ്ഞത് ഗസയിൽ ആക്രമണം തുടരും. ഹമാസിന്റെ പട്ടികയിൽ ഒരു വ്യക്തത വരുത്തുന്നതുവരെ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈന്യത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗസയിൽ ആക്രമണം തുടരാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്. നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്വീറ്റിലൂടെയും അതേപോലെ തന്നെ ഇന്നലെ അദ്ദേഹം രാജ്യത്തെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു. അദ്ദേഹം അത് ഏറ്റവും എടുത്തു പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു കരാർ താൽക്കാലികമാണ്. ഏത് നിമിഷം വേണമെങ്കിലും, അതായത് ഈ ആദ്യഘട്ടത്തിന്റെ ചർച്ചകൾ അവസാനിച്ച് 2ാം ഘട്ടം ആരംഭിച്ചാൽ, ഭാവി ചർച്ചകൾ തടസ്സപ്പെട്ടാൽ ഏത് നിമിഷം വേണമെങ്കിലും ഗസയിൽ ആക്രമണം തുടരാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഈ ആക്രമണം തുടരാൻ അമേരിക്ക പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പട്ടിക കൈമാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പട്ടിക നൽകാതെ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകില്ല. ഇത് 3 ആഴ്ചത്തേക്കാണ്. പ്രധാനമായും 3 ഘട്ടമായിട്ടാണ് ഈ കരാർ നിലവിൽ വരുന്നത്. 6 ആഴ്ച നിലനിൽക്കുന്നതാണ് ആദ്യഘട്ടം. ഈ ആദ്യഘട്ടത്തിലാണ് ബന്ദികളെ കൈമാറുന്നത്. പലസ്തീൻ തടവുകാരായിട്ടുള്ള 1890 പലസ്തീൻ തടവുകാർക്ക് പകരം 33 ഇസ്രായേലി ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബന്ദികളുടെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഗസ പുനർനിർമ്മാണം, അതേപോലെ തന്നെ ബന്ദികളുടെ മൃതദേഹം കൈമാറൽ തുടങ്ങിയവ 3ാം ഘട്ടത്തിൽ നടക്കും. ഈ ഒരു മെറിൻ മേരി ചാക്കോ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ കരാർ യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ബന്ദികളുടെ വിവരങ്ങൾ കൈമാറുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മെറിൻ മേരി ചാക്കോ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകുകയായിരുന്നു. പാലക്കാട് കഞ്ചിക്കോട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. വിഷയം നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടെന്നും വിവാദങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്നും മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വൻകിട മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ പ്രാരംഭാനുമതി നൽകിയത് രാഷ്ട്രീയായുധമാക്കി പ്രതിപക്ഷം. ടെൻഡർ വിളിക്കാതെ കമ്പനിയെ തിരഞ്ഞെടുത്തത് ദുരൂഹം. ഡൽഹിയിലും പഞ്ചാബിലും കേസിൽപ്പെട്ട കമ്പനിയെ പരിഗണിച്ചതിൽ അഴിമതി. ജലലഭ്യത പരിമിതമായ പ്രദേശത്തിന്റെ പാരിസ്ഥിതികാഘാതം പരിഗണിച്ചില്ല തുടങ്ങിയവയാണ് പ്രതിപക്ഷാരോപണങ്ങൾ. സർക്കാർ പുതിയ മദ്യനയം തന്നെ രൂപീകരിച്ചത് ഒയാസിസ് കമ്പനിക്കായെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. 30 വർഷം മുമ്പേ ഈ കേരളത്തിൽ ഡിസ്റ്റിലറിയും ബ്രൂവറീസും വേണ്ടാന്ന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ മറികടക്കാൻ ഈ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടേണ്ടി വന്നു ഗവൺമെന്റിന്. ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഒരു നയം കേരളത്തിൽ ഇവർ രൂപീകരിച്ചതെന്ന് സംശയദൃഷ്ടിയാ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എല്ലാം സുതാര്യമെന്നും വ്യവസായ നിക്ഷേപമെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ്. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സംശയത്തിനും വ്യക്തതയുണ്ടാക്കും.
മനസ്സിലായില്ലേ? ഇനി ബാക്കി അസംബ്ലി വരട്ടെ. പത്രസമ്മേളനത്തിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശനോടും മത്സരിക്കാനില്ല. എക്സൈസ് മന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ബ്രൂവറി അനുമതിയിലെ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. 24 തിരുവനന്തപുരം. വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ പ്രതിഷേധം കനക്കുന്നു. നാളെ എലപ്പള്ളി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കും. വൻകിട മദ്യനിർമ്മാണശാല വരാൻ അനുവദിക്കില്ല എന്നാണ് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24-നോട് പറഞ്ഞത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല വരുന്നതിലെ ആശങ്കയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. നാളെ പഞ്ചായത്ത് വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പ്രമേയം പാസാക്കും. പഞ്ചായത്തിന്റെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24-നോട്. ഇത്തരം ഒരു മദ്യ ലോബിക്ക് വേണ്ടി ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഇതിൽ കൂടെ അഴിമതി പണം നേടിയെടുത്തതിൻ്റെ ഒരു സപ്പോർട്ടാണ് മന്ത്രി രാജേഷ് അടക്കമുള്ളവർ ഈ കമ്പനിയെ വെള്ളപൂശിക്കൊണ്ട് കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പദ്ധതി പ്രദേശത്ത് യൂത്ത് കോൺഗ്രസും BJPയും കൊടിനാട്ടി. ഒരു കാരണവശാലും ബ്രൂവറി വരാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. പച്ചവെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ MP രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാർ കമ്പനിക്കാർ ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. ചിറ്റൂർ ബ്ലോക്കിലെ ഭൂഗർഭ ജലനിരപ്പ് കുറവായ പ്രദേശമാണ് എലപ്പുള്ളി. പഞ്ചായത്ത് ടാങ്കറിലാണ് വേനൽക്കാലത്ത് വെള്ളം എത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രദേശത്ത് മദ്യനിർമ്മാണശാല വരുന്നതിൽ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് അപേക്ഷ ലഭിച്ചിട്ടില്ല. 24 പാലക്കാട്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി അടക്കം 50 പ്രതികൾ. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് CPIM-ഉം അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. പോലീസിന് വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമാ വിശ്വംഭരൻ, CPIM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ്, കണ്ടാലറിയാവുന്ന 45 പേർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കലാരാജുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയെന്നാണ് FIR-ൽ പറയുന്നത്. വിഷയത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ. ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച കൗൺസിലറാണ് കലാരാജുവെന്നും ഒരു തരത്തിലുള്ള കയ്യേറ്റവും നടന്നിട്ടില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാനും CPIM നേതാവുമായ സണ്ണി കുര്യാക്കോസ്. അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി LDF തീരുമാനിക്കുന്നത്. ആ വിവരം അവരോടും കൂടി പറയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ശരി, നമ്മൾ വിട്ടു നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടി ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. കുറച്ച് പേര് ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങളൊക്കെ നടന്നും കൂടി പോന്നു. ഇവിടെ ഒന്നും അല്ലാതെ അവരെ ആരും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, മറ്റൊരു ഉപദ്രവവും നടത്തിയിട്ടില്ല. കലാരാജുവിനെതിരായ അതിക്രമത്തിനും പോലീസ് വീഴ്ചയ്ക്കുമെതിരെ കൂത്താട്ടുകുളത്ത് നാളെ UDF പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ക്യാമറാമാൻ അദീഷിനൊപ്പം S ശ്രീകാന്ത്, 24 കൊച്ചി. CPIM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും വസ്ത്രം വലിച്ചു കീറി പൊതുമധ്യത്തിൽ അപമാനിച്ചുവെന്നും കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു 24-നോട്. UDF-ഉമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചതിലടക്കം CPIM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും കലാരാജു ആവശ്യപ്പെട്ടു. CPIM DYFI നേതാക്കൾക്കെതിരെ ഗുരുതരാരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം തള്ളിയ കലാരാജു അവിശ്വാസ പ്രമേയത്തിൽ നിലപാടെടുത്ത് നഗരസഭയ്ക്കുള്ളിൽ കയറാമെന്ന് തന്നെ വനിതാ പ്രവർത്തകരടക്കം വാഹനത്തിൽ വലിച്ചു കയറ്റുകയായിരുന്നുവെന്ന് പറഞ്ഞു. വസ്ത്രം വലിച്ചു കീറിയ പ്രവർത്തകർ കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. നമ്മൾ ഒരുപാട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഖാവ് വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് എന്നെ ഡോർ. അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. ഒരു ചെറിയ ഒരു
പയ്യൻ എന്നോട് പറഞ്ഞു. ആ 2 ആണുങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പോലീസും പാർട്ടി പ്രവർത്തകർക്കൊപ്പം കൂട്ടുനിന്നതായി കലാരാജു ആരോപിച്ചു. 25 വർഷമായി തുടരുന്ന പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനാണ് കലാരാജുവിന്റെ തീരുമാനം. UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ആലോചിക്കുമെന്നും കലാരാജു. നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ 25 വർഷം പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഈ ഒരു ഇത്രയും ശാരീരികമായി പൊതുജന മധ്യത്തിൽ ഇത്രയും ഹരാസ് ചെയ്തപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ മകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിലടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കാനാണ് നീക്കം. 24 കൊച്ചി. കൂത്താട്ടുകുളത്ത് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന് CPIM. 4 ദിവസമായി കലാരാജു എവിടെയായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിന് DCC അധ്യക്ഷനും 2 MLAമാരും എത്തിയത് എന്തിനാണെന്നും CN മോഹനൻ ചോദിച്ചു. CPM ചിഹ്നം അനുവദിച്ച് CPMന്റെ പേരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ CPMന്റെ ചെയർപേഴ്സണെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊടുത്തു കഴിഞ്ഞാൽ CPM തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതായത് നമ്മളന്ന് രാവിലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ആ രാവിലെ സംഭവത്തിന് മുമ്പ് CPMന്റെ പാർലമെൻ്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ചവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അവരെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഈ CPIMന്റെ അവർ LDF ഭരിക്കുന്ന ആ മണ്ഡലത്തിൻ്റെ ആ മുനിസിപ്പാലിറ്റിക്കകത്ത് അവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിന് എന്തിനാണ് ഈ DCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ മൂവാറ്റുപുഴ MLA ഈ അനൂപ് ജേക്കബ് അവിടുത്തെ MLA നിൽക്കുക, ആ മൂവാറ്റുപുഴ MLAയും അനൂപ് ജേക്കബും എല്ലാം എന്തിനാണ് അവിടെ പോണത്? അവരുടെ നേതൃത്വത്തിൽ എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ 10,000 വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്നത്? 1000 പേര്, 10,000 അല്ല 1000 പേര് എന്തിനാണ് പങ്കെടുക്കുന്നത്? ഞങ്ങൾ CPMന് ഇങ്ങനത്തെ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ പോയോ? ഈ സംഭവത്തിന് നേതൃത്വം കൊടുക്കാൻ പോയില്ലല്ലോ. സഞ്ജു സാംസണെതിരെ ആഞ്ഞടിച്ച് KCA പ്രസിഡന്റ് JS ജോർജ്. സഞ്ജുവിന്റെ രീതി യുവതാരങ്ങൾക്ക് ചേർന്നതല്ല. സഞ്ജു പലതവണ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും KCA കണ്ടില്ലെന്ന് വെക്കുകയായിരുന്നു. ഉത്തരവാദപ്പെട്ട രീതിയിലല്ല സഞ്ജു പെരുമാറുന്നതെന്നും JS ജോർജ് 24നോട് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ KCAക്കെതിരെ ഡോക്ടർ ശശി തരൂർ MP അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു KCA പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനം. ഇന്ത്യൻ താരത്തിന് ചേർന്ന ഉത്തരവാദിത്തത്തോടെയല്ല സഞ്ജു പെരുമാറുന്നതെന്ന് JS ജോർജ് പറഞ്ഞു. സഞ്ജു പലതവണ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും KCA കണ്ടില്ലെന്ന് നടിച്ചു. യുവതാരങ്ങൾക്ക് മാതൃകയാകേണ്ട സഞ്ജു സാംസൺ പലപ്പോഴും തോന്നുന്നത് പോലെയാണ് പെരുമാറുന്നത്. ഈ വർഷം കർണാടകയ്ക്കെതിരെ രഞ്ജി മത്സരത്തിന് ശേഷം മെഡിക്കൽ എമർജൻസി എന്ന പേരിൽ സഞ്ജു ക്യാമ്പിൽ നിന്ന് പോയി. എന്താണ് കാരണമെന്ന് അറിയിച്ചില്ല. അപ്പോഴും സഞ്ജുവിനെ പിന്തുണച്ചു. ടീം സെലക്ഷന് മുമ്പ് BCCI CEO വിളിച്ച് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി നൽകിയത്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരായ 2020 ടീമിൽ സഞ്ജു നിലവിൽ ഉൾപ്പെട്ടതെന്നും KCA പ്രസിഡന്റ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കളിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതിന് ഈഗോ അല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെതായ മര്യാദകൾ പാലിക്കണം സഞ്ജു. കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കൊടുത്ത് BCCനെ അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ T20 ടീമിലുണ്ടാവില്ലായിരുന്നു. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ ഏറ്റവും സങ്കടം KCAക്കാണെന്നും വിവാദങ്ങൾ ബാധിക്കുക സഞ്ജുവിന്റെ കരിയറിനെയാണെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി 24നോട് പറഞ്ഞു. അപ്പോൾ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റിൻ്റെ തന്നെ ഏറ്റവും മോഡലായിട്ട് നമ്മൾ പുറത്തോട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടീമിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവേണ്ട ആളുകൾ ഞങ്ങളാണ്. ആ സങ്കടത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. 24 കൊച്ചി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി താനയിൽ പിടിയിൽ. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദാണ് പിടിയിലായത്. പ്രതി ബംഗ്ലാദേശ് പൗരനാണെന്ന് സംശയിക്കുന്നുവെന്നും ഇയാൾക്ക് ഇന്ത്യൻ രേഖകളില്ല എന്നും മുംബൈ പോലീസ് അറിയിച്ചു. അർദ്ധരാത്രിയോടെയാണ് താനെ വെസ്റ്റിലെ ഒരു ലേബർ ക്യാമ്പിന് സമീപം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രതിയെ മുംബൈ പോലീസ് പിടികൂടുന്നത്. മഹാരാഷ്ട്ര പോലീസും മുംബൈ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനൊടുവിലാണ് പ്രതി വലയിലായത്. വിജയ്ദാസ് എന്നാണ് അറസ്റ്റിലായപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ പേര്. വിശദമായ ചോദ്യം ചെയ്യലിൽ യഥാർത്ഥ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് എന്നാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു. എന്നാൽ കൈവശം ഇന്ത്യയിലെ യാതൊരു തിരിച്ചറിയൽ രേഖയും ഉണ്ടായിരുന്നില്ല. और उसके बाद आगे का इन्वेस्टिगेशन किया जाएगा. यह आरोपी बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है, इसीलिए एप्रोप्रिएट इस केस में एप्रोप्रिएट सेक्शंस की वार की गई है और उस हिसाब से आगे का इन्वेस्टिगेशन किया जा रहा है. 6 മാസം മുമ്പാണ് ഇയാൾ ആദ്യമായി മുംബൈയിലെത്തുന്നത്.
ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. മോഷണത്തിനായാണ് ഇയാൾ നടന്റെ വീട്ടിലെത്തിയത് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരം. ഷാറൂഖ് ഖാൻ അടക്കമുള്ള മറ്റു നടന്മാരെ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന സംശയവും തീർക്കേണ്ടതുണ്ട്. മറ്റാരെങ്കിലും സഹായത്തിനുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. യാതൊരു സഹായവും കിട്ടാതെ ഒറ്റയ്ക്ക് പ്രതി ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയെന്ന് വിശ്വസിക്കുക എളുപ്പമല്ല. ഈ കാര്യങ്ങളിൽ കൂടി തുടരന്വേഷണത്തിൽ ഒരു വ്യക്തത വരും. മുംബൈയിലെ DCP ഓഫീസിന് മുന്നിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം നൽകിയതിൽ മധ്യമേഖലാ ജയിൽ DIG P. അജയകുമാറിനെതിരെ കൂടുതൽ ആരോപണം. DIGക്കെതിരെ മൊഴി നൽകിയ 20 ജീവനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം. അജയകുമാറിനൊപ്പം ജയിലിലെത്തിയ പവർ ബ്രോക്കർ തൃശൂർ സ്വദേശി ബാലചന്ദ്രന്റെ സഹായത്തോടെയാണ് സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ DIGക്കെതിരായ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. മധ്യമേഖലാ ജയിൽ DIG അജയകുമാർ വഴിവിട്ട് സഹായിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. സൂപ്രണ്ട് ഓഫീസിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ ചെന്ന് കണ്ടതിന് DIGയെ ജയിൽ മേധാവി ശാസിച്ചിട്ടുണ്ട്. കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതകത്തിൽ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. കൊലപാതകത്തിന് കാരണം മാതാവിനോടുള്ള പകയെന്ന് പ്രതിയുടെ മൊഴി. സ്വത്ത് വിൽക്കാൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതോടെയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് കണ്ടെത്തൽ. അമ്മയെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പലതവണ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ നടത്തിയിട്ടുണ്ട്. പോലീസ് അത് അതിൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ഷഹദ്, എന്താണ് പുതിയ വിവരങ്ങൾ? പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത് എന്താണ്? അവിടെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന അടക്കം വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. പുതിയ വിവരങ്ങൾ ഷഹദ്. രജിത, നിലവിലെ സാഹചര്യത്തിൽ ഈ ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയായി, പോലീസിന്റെയും പരിശോധന പൂർത്തിയായി. ഇപ്പോൾ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച പരിശോധന നടത്തുകയാണ്. അവിടുത്തെ പരിശോധന പൂർത്തിയായാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും നാളത്തേക്ക് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. മറിച്ച് അടുത്ത ദിവസം പോലീസ് ഈ പ്രതിയെ വിട്ടുകിട്ടാൻ കസ്റ്റഡിയിൽ അപേക്ഷ നൽകുകയും ചെയ്യും. പിന്നീട് ഇവിടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതായിരുന്നു. അല്പസമയം മുമ്പ് താമരശ്ശേരി CI ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് മാതാവിനോടുള്ള മുൻ വൈരാഗ്യമാണ്. പല തവണകളായി പണം ആവശ്യപ്പെട്ടു, പ്രത്യേകിച്ച് ലഹരി ഉപയോഗത്തിനും മറ്റുമായിട്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ മാതാവ് പണം നൽകിയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ പലതവണയായിട്ട് ഈ പ്രതി മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും മാതാവ് തയ്യാറായിരുന്നില്ല. ഇതെല്ലാമാണ് പ്രകോപനത്തിന് കാരണം, അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയും. അതോടൊപ്പം തന്നെ ഈ പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ ഈ പ്രതിയെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. ബംഗളൂരുവിലുള്ള ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിലും ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം മാതാവിനോടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ കൃത്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള കത്തി ഇവിടെ നിന്നും കണ്ടെടുത്തു. മറ്റൊന്ന്, ഇവിടെയുള്ള ഈ CCTVയിൽ പ്രതി കൃത്യമായിട്ട് ഈ മാതാവിനെ കൊലപ്പെടുത്തുകയും പിന്നീട് ഇവിടെ വന്ന് ഈ കത്തി കഴുകുകയും അതിനുശേഷം ഈ മാതാവിന്റെ സഹോദരി വന്ന് ഇവിടെ നിന്നും ഈ പ്രതിയുമായി വാക്കേറ്റം ഉണ്ടാകുന്നതും കയ്യേറ്റം നടക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകിട്ടോടുകൂടി ബന്ധുക്കൾക്ക് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് പോലീസ് ഏറ്റവും ഒടുവിലായി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പോലീസിന്റെ പ്രതികരണം കൂടി നമ്മൾ കണ്ടു. കുസാറ്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുൻ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രിൻസിപ്പൽ അടക്കം 3 പേരാണ് കേസിലെ പ്രതികൾ. അപകടം നടന്ന് 14 മാസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം നൽകിയത്.
2023 നവംബർ 25 തീയതിയാണ് കുസാറ്റിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർക്ക് ജീവൻ നഷ്ടമായത്. ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച ഗാനസന്ധ്യയ്ക്കിടെയായിരുന്നു അപകടം. സംഘാടനത്തിലെ പാളിച്ചയും പരിപാടി നടന്ന വേദിയുടെ അപാകതയുമായിരുന്നു അപകട കാരണം. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് രജിസ്ട്രാർക്കെതിരെ ആരോപണമുയർന്നെങ്കിലും പ്രതി ചേർത്തിട്ടില്ല. കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി, വടക്കൻ പറവൂർ സ്വദേശി ആൻ റിഫ്ത, താമരശ്ശേരി സ്വദേശി സാറ തോമസ്, പരിപാടി കാണാനെത്തിയ പാലക്കാട് സ്വദേശി ആൽവിൻ ജോസഫ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. തൃക്കാക്കര ACP PV ബേബിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും അപകടയാത്ര. കാറിന്റെ പിന്നിലെ ഡോറിൽ ഇരുന്ന് ശരീരം പുറത്തിട്ടാണ് അഭ്യാസ പ്രകടനം. പൊന്മുടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് വിവരങ്ങൾ? ഈ വാഹനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അജീഷ്, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിരയിൽ നിന്ന് പൊന്മുടി ഹിൽ ടോപ്പിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ദൃശ്യങ്ങൾ. കാറിന്റെ പുറകുവശത്തെ സീറ്റിലിരുന്നവർ ഡോറിലിരുന്ന് ശരീരം പുറത്തിട്ടാണ് ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. കൊടും വളവിലായിരുന്നു ഇത്തരം അഭ്യാസ പ്രകടനം നടത്തിയത്. പൊന്മുടി പോലീസ് ഈ വാഹനത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അത്ര വ്യക്തമില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഈ പൊന്മുടി ഇന്ന് രാവിലെ പൊന്മുടി ഹിൽ ടോപ്പിലേക്ക് പോയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്താണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ മാസവും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഏതായാലും അപകടകരമായ രീതിയിലാണ് ഈ കാറിൽ വിനോദസഞ്ചാരികൾ ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തലശ്ശേരി പൂന്നോലിലെ CPIM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളെയല്ലെന്ന് പിതാവ് PK യൂസഫ് 24നോട്. മകനെ കൊലപ്പെടുത്തിയത് CPIMകാർ തന്നെയാണെന്ന് പിതാവ് തലശ്ശേരി കോടതിയിൽ മൊഴി നൽകി. കേസിൽ 7 NDF പ്രവർത്തകരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. 2008 ജൂലൈ 23-നാണ് പുന്നോലിലെ CPIM പ്രവർത്തകൻ UK സലീം കൊല്ലപ്പെട്ടത്. കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടരുകയാണ്. സലീമിന്റെ പിതാവ് യൂസഫിനെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വിസ്തരിച്ചിരുന്നു. ഇതിനിടെയാണ് മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ CPIM പ്രവർത്തകരാണെന്ന് യൂസഫ് മൊഴി നൽകിയത്. അങ്ങനെ ബോധ്യപ്പെടാൻ ചില കാരണങ്ങളുണ്ടെന്നും യൂസഫ് പറയുന്നു. പോലീസ്, SP, മുഖ്യമന്ത്രി, പ്രതിപക്ഷം എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോൺ കണ്ടെടുത്തരാണ് സത്യം. കാരണം ആരാ ഇവനെ വിളിച്ച് എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരിയണ്ടേ? അതില്ല. സലീമിന്റെ കൊലപാതകത്തിന് തലശ്ശേരിയിലെ ഫസൽ വധക്കേസുമായി ബന്ധമുണ്ടെന്നാണ് യൂസഫിന്റെ ആരോപണം. ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സലീമിനും മറ്റൊരു സുഹൃത്തിനും അറിയാമായിരുന്നുവെന്നും കോടതിയിൽ യൂസഫ് മൊഴി നൽകി. കാരണം തന്നെ ഫസലുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ രഹസ്യം എനിക്കറിയാം. റെയ്സിനും അറിയായിരുന്നു. അപ്പോൾ റെയ്സ് മരണപ്പെട്ടാലാണ് എനിക്കാകെ ബേജാറായി. ഇവന്റെ പേടി കണ്ടിട്ട് വീണ്ടും ഗൾഫിലേക്കൊക്കെ തീരുമാനിച്ചത്. അവന്റെ സുഹൃത്തുക്കൾ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചത്. പക്ഷെ അവർ വെളിയിൽ പറയില്ല, പാർട്ടിനെ പേടിച്ചിട്ട്. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സലീമിന്റെ പിതാവ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം യൂസഫിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ ഉണ്ടാവുന്നുവെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. 24 കണ്ണൂർ. തൃശ്ശൂരിൽ ഒരാൾക്ക് പോത്തിന്റെ കുത്തേറ്റു എന്ന വാർത്താ വിവരം പുറത്തുവരുന്നു. ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകനാണ് പരിക്കേറ്റത്. അശോകനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നുള്ള വിവരം എന്താണ്? പരിക്ക് ഗുരുതരമാണോ? പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഈ അശോകന് പോത്തിന്റെ കുത്തേൽക്കുന്നത്. CPIMന്റെ ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിയാണ് PS അശോകൻ. ഇദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് ഒരാൾ ഈ പോത്തിനെ വളർത്തുന്നുണ്ടായിരുന്നു. ഇയാളുടെ പോത്തിനെ 2 പോത്തുകളെ കെട്ടിയിരിക്കുന്നതിനിടയിൽ ഈ പോത്തിനെ കെട്ടിയിരുന്ന കയറുകൾ പിണയുകയും 2 പോത്തുകളും ഈ കയറിൽ പിണഞ്ഞ് കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. അങ്ങനെ ഈ പോത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ നിന്നൊരു കത്തിയും എടുത്ത് അശോകൻ ഈ പോത്തിനടുത്തേക്ക് എത്തുന്നത്. പിന്നീട് ഈ കയർ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പോത്തിന്റെ കുത്തേറ്റതെന്നുള്ളതാണ് പറയുന്നത്. ഇത് കണ്ടുനിന്ന നാട്ടുകാർ തന്നെയാണ് അശോകനെ പിന്നീട് ഈ ചാവക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അശോകൻ നിലവിൽ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.
ജമ്മുകശ്മീരിലെ രജൌരിയിലെ ദുരൂഹ മരണങ്ങളിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയ സമിതി ഇന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തും. 6 ആഴ്ചയ്ക്കിടെ 16 പേരാണ് പ്രദേശത്ത് ന്യൂറോടോക്സിൻ ബാധയെ തുടർന്ന് മരിച്ചത്. ജമ്മു കശ്മീരിലെ രജോരി ജില്ലയിലെ ബുദൽ ഗ്രാമത്തിലാണ് തുടർച്ചയായുള്ള മരണങ്ങൾ ഭീതി പടർത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 7 മുതലാണ് ഗ്രാമത്തിൽ അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 17 വരെ 16 പേർ മരിച്ചു. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ ആളുകളാണ് മരിച്ചത്. പകർച്ചവ്യാധിയോ ബാക്ടീരിയ ഫംഗസ് ബാധയോ അല്ല കാരണമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലും നടത്തിയ പരിശോധനകളിൽ വ്യക്തമായി. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചത്. ആരോഗ്യം, കുടുംബക്ഷേമം, കൃഷി, ജലവിഭവം, രാസവസ്തു, വളം മന്ത്രാലയങ്ങളിലെ വിദഗ്ധരടങ്ങുന്ന സമിതി പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തും. ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരും ഫോറൻസിക് സയൻസ് ലാബ് സംവിധാനവും സമിതിക്കൊപ്പം ഉണ്ടാകും. പനി, തലകറക്കം, ബോധക്ഷയം എന്നീ രോഗലക്ഷണങ്ങളാണ് മരിച്ചവർക്ക് ഉണ്ടായത്. ചികിത്സയ്ക്കെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ 45 ദിവസത്തിനുള്ളിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. 24 ഡൽഹി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ച് 10 ദിവസം പിന്നിടുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമായില്ല. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഉപവാസം തുടരുകയാണ്. മെഡിക്കൽ കോളേജിലെ ന്യായവില മരുന്ന് കടകളിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10-നാണ് വിതരണക്കാർ അവസാനിപ്പിച്ചത്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന് വിതരണക്കാർ നിലപാട് കടുപ്പിച്ചതോടെ മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം രൂക്ഷമായി. പരിഹാരം ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഏകദിന ഉപവാസം രാവിലെ 8-ന് ആരംഭിച്ചു. പാവപ്പെട്ടവർക്ക് ഏക ആശ്രയം മെഡിക്കൽ കോളേജാണ്. പക്ഷെ അവർക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഒന്നും അനങ്ങുന്നില്ല. ഞാൻ 3 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, ആരോഗ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, കലക്ടറോട് പറഞ്ഞതാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം മുഴുവനും. എന്ത് ചെയ്യാൻ പറ്റും? ഉപവാസം മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ സ്വകാര്യ മരുന്ന് ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ കടകൾ കയറി ഇറങ്ങി കൈനീട്ടി യാചിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാദ്യം മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമന്ത്രിയുമായി നാളെ നടക്കുന്ന ചർച്ചയിൽ മരുന്ന് വിതരണക്കാരുടെ കുടിശ്ശിക സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാർ പറഞ്ഞു. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് വിതരണക്കാർ മരുന്ന് വിതരണം അവസാനിപ്പിച്ചത്. മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമരം ഏറ്റെടുത്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. സൈബർ തട്ടിപ്പിലൂടെ കൊല്ലം കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 10.75 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി ജാർഖണ്ഡിൽ പിടിയിൽ. ജാർഖണ്ഡ് ജംതാര സ്വദേശി അക്തർ അൻസാരിയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, പോലീസ് എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? റീജിത്ത്, രാജ്യവ്യാപകമായി സൈബർ തട്ടിപ്പ് നടത്തുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിനിയായ ഡോക്ടറുടെ കയ്യിൽ നിന്ന് 10,75,000 രൂപ കവർന്ന കേസിലെ പ്രതിയെ തിരക്കിയുള്ള അന്വേഷണമാണ് ജാർഖണ്ഡിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. ജാർഖണ്ഡ് ധംസാര ജില്ലയിലെ കർമ്മദാർ സ്വദേശിയായ അക്തർ അൻസാരിയാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ളത്. ടെലി മാർക്കറ്റിംഗ് കോളിലൂടെയാണ് വ്യക്തികളെ നിന്ന് പണം തട്ടിപ്പ് ഈ സംഘം നടത്തിയിരുന്നത്. പ്രതികൾ താമസിച്ച സ്ഥലത്തെത്തിയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പ്രത്യേക സംഘം ഈ പ്രതികളെ നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഈ പോലീസ് നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ബംഗാൾ, ജാർഖണ്ഡ്, ഒറീസ, ഉത്തർപ്രദേശ്, ഒഡീസ എന്നിവിടങ്ങളിൽ നിന്ന് ഗ്രാമീണരുടെ കയ്യിൽ നിന്നും ഫോണുകൾ, ഈ സിമ്മുകൾ 600 രൂപ മുതൽ 700 രൂപയ്ക്ക് വരെ വാങ്ങിയിട്ട് ഇത്തരത്തിൽ തട്ടിപ്പാണ് ഈ സംഘം നടത്തിയത്. കോൾ ആപ്പുകൾ നിർമ്മിച്ചു നൽകുന്നവർ, കോൾ സെന്റർ നടത്തുന്നവർ എന്നിവരടങ്ങുന്ന വലിയ സംഘം, 15 പേർ അടങ്ങുന്ന വലിയ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് നൽകുന്നത്. അത് പണം ഈ അക്കൗണ്ടിൽ തട്ടിപ്പ് നടത്തിയാണ് വിഡ്രോ ചെയ്യാൻ പോലും അതിന് പ്രത്യേക സംഘമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന സംഘത്തെക്കുറിച്ചുള്ള വിപുലമായ വിവരമാണ് ഇപ്പോൾ
നിലവിൽ കരുനാഗപ്പള്ളി പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി SHO ഈ ബിജു, അതുപോലെ തന്നെ ഷാജിമോൻ, ഈ കണ്ണൻ, SCPO ഹാഷിം അടങ്ങുന്നവരുടെ പ്രത്യേക സംഘമാണ് നിലവിൽ ഈ പ്രതിയെ പിടിച്ചിട്ടുള്ളത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ പ്രതികൾ വലയിലാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലെത്തി പ്രതികളെ പിടിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായ വസ്തുതയാണ്. ഈ പ്രതിയെ പോലും പിടിച്ചത് ഈ പുലർച്ചെ നടത്തിയ പ്രത്യേക സൈബർ തട്ടിപ്പിലൂടെ കൊല്ലം കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 11 ലക്ഷം രൂപയോളം കവർന്ന കേസിലെ പ്രതിയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ പിടിയിലായിരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ വലയിലാക്കിയത്. UDF പ്രവേശം ആവശ്യപ്പെട്ട് നേതൃത്വത്തിന് കത്ത് നൽകി PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കണം എന്നാണ് കത്തിലെ ആവശ്യം. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾക്കും മുസ്ലിം ലീഗ് നേതാക്കൾക്കും PV അൻവർ കത്ത് നൽകിയിട്ടുണ്ട്. 10 പേജുള്ള കത്താണ് UDF നേതാക്കൾക്കായി PV അൻവർ കൈമാറിയത്. MLA സ്ഥാനം രാജിവെച്ചതും തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുണ്ടായ സാഹചര്യവും കത്തിൽ വിശദീകരിക്കുന്നു. എന്തുകൊണ്ട് തന്നെ UDFൽ എടുക്കണം എന്നതും കത്തിലെ വിഷയമാണ്. ഏതു സാഹചര്യത്തിലും തൃണമൂൽ കോൺഗ്രസും താനും UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കത്തിൽ PV അൻവർ വിശദീകരിക്കുന്നു. UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്കാണ് കത്ത് നൽകിയത്. PV അൻവറുടെ മുന്നണി പ്രവേശനത്തെ ആദ്യം മുതൽ എതിർത്ത RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന് കത്ത് നൽകിയിട്ടില്ല. മലയോര പ്രചരണ ജാഥയ്ക്ക് ശേഷമാകും ഇനി സമ്പൂർണ്ണ UDF യോഗം ചേരുക. അപ്പോൾ കത്ത് ചർച്ചയ്ക്കെടുക്കും. ഇന്ന് ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിലും ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടാവും. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായതിനാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും നിർണായകം. 24 തിരുവനന്തപുരം. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയനെ കോടതിയിൽ കോൺഗ്രസ് മോശമായി ചിത്രീകരിച്ചു എന്ന് CPIM. സാമ്പത്തിക ഇടപാടിൽ NM വിജയന് മാത്രമാണ് ഉത്തരവാദിത്വമെന്നാണ് കോൺഗ്രസ് കോടതിയിൽ വാദിച്ചതെന്ന് CPIM ജില്ലാ സെക്രട്ടറി MK റഫീഖ് ആരോപിച്ചു. എന്നാൽ ആരോപണം കോൺഗ്രസ് നേതൃത്വം തള്ളി. DCC ട്രഷറർ NM വിജയൻ, മകൻ വിജേഷ് എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ എന്നിവർക്ക് ഇന്നലെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി CPIM രംഗത്ത് വന്നത്. കോൺഗ്രസ് കോടതിയിൽ NM വിജയനെ മോശമാക്കി ചിത്രീകരിച്ചു. അഴിമതിക്ക് ഉത്തരവാദി NM വിജയൻ മാത്രമാണ് എന്നാണ് വാദിച്ചത് എന്ന CPIM വയനാട് ജില്ലാ സെക്രട്ടറി MK റഫീഖ് ആരോപിച്ചു. കോടതിയിൽ NM വിജയേട്ടനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചത്. ഈ അഴിമതിയുടെയും ഈ പണമിടപാടിൻ്റെയും എല്ലാം ഉത്തരവാദി ശ്രീമാൻ NM വിജയൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമാണ് അവർ നടത്തിയത്. കോടതിയിൽ അവർ നടത്തിയ ആ വാദം കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആരോപണം കോൺഗ്രസ് തള്ളി. അങ്ങനെ കോടതിയിൽ വാദിച്ചിട്ടില്ല എന്നാണ് കേസിലെ രണ്ടാം പ്രതി കൂടിയായ DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ വിശദീകരണം. അയാൾ എഴുതി വെച്ച കത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ കോടതി കണ്ടത്. അതിൽ നമ്മൾ കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു വന്നിരിക്കുന്നത്. ഇനി അതിനോട് ഫർദറായിട്ടുള്ള അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നടക്കട്ടെ. അതിനൊന്നും എതിർക്കുന്നില്ല. അക്കാര്യത്തിൽ 100% ഇക്കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ നമ്മളെന്നും നീതിപൂർവമായി അവരോടൊപ്പം സഹകരിക്കാനും ഇത്തരം കാര്യങ്ങൾ സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ND അപ്പച്ചൻ നാളെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞായിരിക്കും IC ബാലകൃഷ്ണൻ ഹാജരാവുക. കേസ് അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. പോലീസും വിജിലൻസുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. സമീർ ബിൻ കരീം, 24 വയനാട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾക്ക് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. തങ്ങളെ അവഗണിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ പറഞ്ഞു. വനനിയമം പിൻവലിച്ചതിൽ CPIMനെയും മുഖ്യമന്ത്രിയെയും സഭ അഭിനന്ദിച്ചു. കൊച്ചിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം. ക്രൈസ്തവ വിഭാഗത്തിന് ശക്തിയില്ല എന്ന് ആരും വിചാരിക്കരുത്. തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം വോട്ടെന്നും അവഗണിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ വ്യക്തമാക്കി. ക്രൈസ്തവ സമുദായത്തെ അധികാരമുള്ള നാടുകളിൽ അവഗണിച്ചവരെ തീർച്ചയായും ഞങ്ങളും അവഗണിക്കും. ഞങ്ങളൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ അതുകൊണ്ട് ഈ ക്രൈസ്തവർക്ക് ശക്തിയില്ല എന്ന് ആരും വിചാരിക്കേണ്ടതല്ല. ക്രൈസ്തവ സമുദായത്തെ UDF അവഗണിക്കുകയാണ്. നിലപാട് തുടർന്നാൽ UDF ദുഃഖിക്കേണ്ടി വരും. വിവാദ വനനിയമ ഭേദഗതി പിൻവലിച്ചതിൽ CPIMനും മുഖ്യമന്ത്രിക്കും അഭിനന്ദനം അറിയിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം. ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ കാര്യത്തിൽ ഒരു
അനുകൂലമായ നിലപാടെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ജനദ്രോഹപരമായ വന നിയമ ഭേദഗതി തള്ളിക്കളഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മോഹൻ ഭാഗവതിൻ്റേത് വില കുറഞ്ഞ പ്രസ്താവനയാണെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഫാദർ ഫിലിപ്പ് കവിയിൽ കൂട്ടിച്ചേർത്തു. ക്യാമറാമാൻ അദീഷിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കർഷക പ്രതിഷേധത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രിയ രഞ്ജൻ കർഷകരെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അടുത്ത മാസം 14-ന് ചണ്ഡീഗഡിലാണ് ചർച്ച നടക്കുക. കർഷകരുടെ ആവശ്യങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ നവംബർ 26 മുതൽ നിരാഹാര സമരം ആരംഭിച്ച കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില വഷളാവുകയും വീണ്ടും ഒന്നിച്ചുള്ള സമരത്തിന് കർഷകർ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചർച്ചയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രിയരഞ്ജന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ഇന്നലെ വൈകിട്ട് സമരപന്തലിലെത്തി ചർച്ചയ്ക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച് കത്ത് നൽകി. ഫെബ്രുവരി 14-ന് ചണ്ഡീഗഡിലെ സെക്ടർ 26-ലെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ചർച്ച നടത്താമെന്നാണ് സർക്കാർ അറിയിച്ചത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായ പശ്ചാത്തലത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ദല്ലേവാൾ നിരാകരിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമേ നിരാഹാരം അവസാനിപ്പിക്കുന്നുവെന്ന് ദല്ലേവാൾ വ്യക്തമാക്കി. എന്നാൽ വൈദ്യസഹായം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. കൂടിയാലോചനയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന് കർഷകർ ഇന്ന് മറുപടി നൽകും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13-ന് ആരംഭിച്ച കർഷക സമരം ശംഭു ഖനൌരി അതിർത്തികളിൽ തുടരുകയാണ്. 24 ഡൽഹി. ശ്രീഗോകുലം ചിറ്റ്സിനെതിരെ മലപ്പുറം അലനല്ലൂർ സ്വദേശി കളത്തിൽ ബഷീറും ഭാര്യ ഷീജ NPയും നൽകിയ പരാതി വസ്തുതകൾ മറച്ചുവെച്ചതെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇക്കാര്യത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ് ബഷീർ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ അറിയിച്ചു. കളത്തിൽ ബഷീറും ഭാര്യ NP ഷീജയും ശ്രീഗോകുലം ചിറ്റ്സിനെ കബളിപ്പിച്ചതിന് കോടതി ശിക്ഷിച്ചവരാണ്. പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ 4 ചിട്ടിയിൽ ചേർന്ന് 1,85 ലക്ഷം രൂപ വിളിച്ചെടുത്ത് ചിട്ടിപ്പണം തിരിച്ചടയ്ക്കാതെ കമ്പനിയെ പറ്റിക്കുകയായിരുന്നു. ഈ കേസിൽ ശ്രീഗോകുലം ചിറ്റ്സിന് അനുകൂലമായ വിധി ചെന്നൈ ചിട്ടി ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികൾ അപ്പീൽ നൽകിയിരുന്നില്ല. ഇതിനു പുറമെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി 3 ചെക്ക് കേസുകളിലും പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് കളത്തിൽ ബഷീർ, ഭാര്യ ഷീജ NP എന്നിവരുടെ നിലവിലെ നീക്കം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഇരുവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 മലപ്പുറം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ അലക്സ്. ബിജിത്ത, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 2 ദിവസം ഈ തെക്കേ ഇന്ത്യയിൽ കിഴക്കൻ കാറ്റ് ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. 2 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ചൊവ്വാഴ്ച വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന യാനങ്ങളും അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സൂക്ഷിക്കണമെന്നുള്ളതും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാസർഗോഡ് ബളാംതോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. ഇരിപ്പിടത്തെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മുഖത്തിന് സാരമായി പരിക്കേറ്റ കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 14-ന് ഉച്ചഭക്ഷണ ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് ഇരു ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയും സുഹൃത്തും ഇരിക്കുന്ന സ്ഥലത്തെത്തി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മാറാൻ ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ വന്നതോടെ 5 പേർ ചേർന്ന് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. സാരമായി പരുക്കേറ്റ കുട്ടിയെ ആദ്യം പൂടങ്കല് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ മുഖത്തേലിന് പൊട്ടലുണ്ട്. CT സ്കാൻ ചെയ്തപ്പം ഇവിടെ സൈനസിൻ്റെ ഇവിടെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഒരു കുട്ടിയാണെങ്കിൽ ഷൂ ഇട്ടിട്ട് പുറത്തുനിന്ന് ചവിട്ടിയിട്ടുണ്ട്. ശേഷം പരാതി കൊടുത്തിട്ട് അവർ ഇതുവരെയും മൊഴിയെടുക്കാൻ വന്നിട്ടില്ല.
സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും അവരാണെങ്കിൽ ഈ അക്രമം ചെയ്ത കുട്ടികൾക്കെതിരെ കാര്യമായ നടപടി എടുത്തതായിട്ട് തോന്നുന്നില്ല. സംഭവത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 പേരെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്തു. ആശുപത്രിയിൽ നിന്ന് വിവരം നൽകിയിട്ടും രാജപുരം പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. 24 കാസർഗോഡ്. തിരുവനന്തപുരം തമ്പാനൂരിൽ ഹോട്ടൽ മുറിയിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങളാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ശ്രീ വിനായക ടൂറിസ്റ്റ് ഹോമിൽ മഹാരാഷ്ട്ര സ്വദേശികളായ ദത്തായ് കൊണ്ടിബ ബമൻ, മുക്ത കൊണ്ടിബ ബമൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോട്ടലിൽ മുറിയെടുത്ത ഇവർ റൂം നമ്പർ 311 താമസിച്ചിരുന്നത്. ജീവനക്കാർ പലതവണ വാതിലിൽ മുട്ടിയിട്ടും തുറക്കാതായതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. വാതിൽ പൊളിച്ച് അകത്തു കടന്ന പോലീസ് സംഘമാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇരുവരുടെയും മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. തൊഴിലില്ലായ്മയും അനാഥത്വവും മൂലമാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. ബന്ധുക്കൾ വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വിശദമായ അന്വേഷണം ആവശ്യമെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ. ഇത് ഈ പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആണ് ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല. അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫോർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. വേറെ ഇൻഫോർമേഷൻ ഇതുവരെ ഇല്ല. അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ റീസൺ ആണ് അത് കൂടുതൽ അന്വേഷിക്കുക ചെയ്യാലേ മനസ്സിലാവും. പോലീസ് ഫോറൻസിക് സംഘം ഹോട്ടൽ മുറിയിലെത്തി പരിശോധന ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് നട അടച്ചതിന് ശേഷം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് മുമ്പിൽ നടക്കുന്ന ഗുരുതിയോടെ തീർത്ഥാടനകാലം സമാപിക്കും. നാളെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. ശ്രീകുമാരൻ ശബരിമലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, വലിയ പരാതിയോ ആക്ഷേപങ്ങളോ ഒന്നുമില്ലാതെ ഒരു തീർത്ഥാടനകാലം പൂർത്തിയാവുകയാണ്. ഇനി ഇന്നുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? നാളത്തെ വിവരങ്ങൾ ശ്രീത്ത്. റജിത് സൂചിപ്പിച്ച പോലെ തന്നെ കാര്യമായ രീതിയിലുള്ള പരാതികളില്ല, പരിഭവങ്ങളില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ അങ്ങനെ ഒരു തിക്കും തിരക്കും ആളുകളുടെ ബഹളവും ഒന്നും തന്നെ ഇല്ലാത്ത ഗംഭീരമായ ഒരു മണ്ഡലകാലം, ഒരു തീർത്ഥാടന കാലമാണ് പര്യവസാനിക്കാൻ പോകുന്നത്. അതിൽ പോലീസിനെ, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിനെ, ദേവസ്വം മന്ത്രിയെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒക്കെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തീർത്തും ആളുകളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് കയറ്റിവിട്ടത്. വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും അതൊക്കെ കാര്യക്ഷമമായി തന്നെ നടപ്പാക്കാൻ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ പോലീസിനും സംഘാടകർക്കും ഇവിടുത്തെ ആളുകൾക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ചടങ്ങുകൾ അത് ഇനി ഗുരുതിയാണ്. 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നേരത്തെ തന്നെ നടയടയ്ക്കും. അതിനുശേഷം മണിമണ്ഡപത്തിനു സമീപം ഗുരുതി ഉണ്ടാകും. അതോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ പൂർണ്ണമായി പൂർത്തിയാവുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് മുൻപേ തന്നെ രാജപ്രതിനിധി സന്നിധാനത്തെത്തി ദർശനം നടത്തി അവിടെ വൈകാരികമായ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അദ്ദേഹവും മലയിറങ്ങും. അതോടുകൂടി ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. തിരുവാഭരണ സംഘവും അതോടൊപ്പം തന്നെ മടങ്ങാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. എന്തായാലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കാലം അവസാനിക്കുകയാണ്. കാര്യമായ കുഴപ്പങ്ങളിൽ ഇന്ന് വലിയ തോതിലുള്ള ഭക്തർ ഇന്ന് രാവിലെയോടുകൂടി തൊഴുത് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ പമ്പയിൽ കാര്യമായ തിരക്കില്ല. ആളുകൾ അങ്ങനെ വല്ലാത്ത തോതിൽ തള്ളിക്കയറി ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ച കാണുന്നില്ല. കാരണം അവസാനിക്കുകയായി. 6 മണിയോടുകൂടി ഇനി ആരെയും തന്നെ ഇങ്ങോട്ട് കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്തായാലും തീർത്ഥാടന കാലം സുഗമമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്ക് അധികൃതരെ അഭിനന്ദിക്കാതെ തരമില്ല. ശരി, ശ്രീകുമാരൻ ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു മാസക്കാലം കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ ശാന്തിഗിരി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. 3 ലക്ഷത്തിലധികം പേരാണ് വിവിധ സമയങ്ങളിലായി ഫെസ്റ്റിന്റെ ഭാഗമായത്. ഫ്ലവേഴ്സും 24ഉം ശാന്തിഗിരി ആശ്രമവും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. നഗരത്തിരക്കുകളിൽ നിന്നും മാറി തിരുവനന്തപുരത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ ആഘോഷത്തിന്റെ രാവുകൾ തീർത്താണ് ശാന്തിഗിരി ഫെസ്റ്റ് സമാപിക്കുന്നത്. വർണ്ണവിസ്മയങ്ങൾക്കൊപ്പം നൂതന സാങ്കേതിക വിദ്യകളും സംഗമിച്ചപ്പോൾ ഫെസ്റ്റ് പുതിയ അനുഭവമായി. 13,000 ചതുരശ്ര അടിയിലൊരുക്കിയ ഫ്ലവർ ഷോ ആയിരുന്നു ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം. ഇതിനൊപ്പം ഹാപ്പിനെസ് പാർക്കും നക്ഷത്രവനവും പെറ്റ് ഷോയും റോബോട്ടിക് ആനിമൽ ഷോയും 3D വിസ്മയവുമെല്ലാം കാണികൾക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ മുഹൂർത്തം. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക മ്യൂസിക്കൽ നൈറ്റുകളും കാഴ്ചക്കാർക്ക് ആവേശമായി.
ഫ്ലവേഴ്സിന്റെ സ്വന്തം കുട്ടേട്ടനെ കണ്ടും ഹെലികോപ്റ്ററിൽ പറന്നും തിരുവനന്തപുരത്തെ മലയോര ജനതയാകെ ശാന്തഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി. വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ പ്രവേശനം ഉപയോഗപ്പെടുത്തിയത് ആയിരക്കണക്കിന് കുരുന്നുകളാണ്. അടുത്ത ശാന്തഗിരി ഫെസ്റ്റിനുള്ള കാത്തിരിപ്പിലാണ് തിരുവനന്തപുരത്തുകാർ. 24 തിരുവനന്തപുരം. പ്രമുഖ വ്യാപാരിയും ചുങ്കത്ത് ജ്വല്ലറി ഉടമയുമായ CP പോൾ ചുങ്കത്ത് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചാലക്കുടിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ നടക്കും. വാർത്താമഴ പൂർത്തിയാവുകയാണ്.